സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി ഡോക്ടർ സോണി ചെറിയാന് സമ്മാനിച്ചു. മന്ത്രി PC വിഷ്ണുനാഥാണ് പുരസ്കാരം സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്നോ ലോട്ടസ് എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. 13ാമത് സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരമാണ് പള്ളിമൺ ഗ്രീൻ കാമ്പസിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. സാഹിത്യകാരിയും റിട്ടയർഡ് കമാൻഡറുമായ ഡോക്ടർ സോണിയ ചെറിയാനാണ് പുരസ്കാരം ലഭിച്ചത്. മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ഈ സ്കൂള് ഓഡിറ്റോറിയത്തിൽ ഈ കാലത്തിനിടയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ നവം സാംസ്കാരിക ഉത്സവത്തിൻ്റെ അടക്കമുള്ള അദ്ദേഹത്തെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷനെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ പ്രധാനമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള നമ്മുടെ പുരോഗതി ഒക്കെ വിലയിരുത്തി വികസനത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന സന്തോഷം ആ രാജ്യങ്ങളുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട അളവുകോലാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ സ്നോ ലോട്ടസ് ഈ വർഷത്തെ സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരത്തിന് ആയി തിരഞ്ഞെടുത്തത്. ഞാൻ സോണിയ ചെറിയാനെ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരുടെ ഈ പുരസ്കാര ലബ്ധിയിൽ കുണ്ടറയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിൽ 8 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഗോവ എന്ന കുട്ടിയുടെ അന്വേഷണത്തിന്റെ കഥയാണ് സ്നോ ലോട്ടസ്. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതം പറഞ്ഞു. നിരൂപകൻ പ്രസന്ന രാജൻ, ഫൗണ്ടേഷൻ ചെയർമാൻ സജീവ് മംഗലത്ത, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഹേശ്വരി, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന നാസിമുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാൽ, ഗോപിക, ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. പ്രിൻസിപ്പൽ രോഹിണി VL നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.